ഇന്ന് കേരളത്തിൽ ഗതാഗത കുരുക്കിന്റെ ദിനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എറണാകുളം ഗോശ്രീ പാളത്തിന് സമീപത്തും ഗതാഗത കുരുക്കുണ്ടായിരിക്കുന്നു. നേരത്തെ നമ്മൾ മണ്ണൂത്തി മുതൽ ഇടപ്പള്ളി വരെ 12 മണിക്കൂർ ഗതാഗത കുരുക്കിന്റെയും അവിടുത്തെ ദുരിതത്തിന്റെയും കാഴ്ചകൾ കണ്ടതാണ്. അതിപ്പോൾ എറണാകുളം ഗോശ്രീ പാളത്തിന് സമീപത്തും അത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ട് എന്ന വിവരം വരുന്നു. മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുക. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. അഭി, എന്താണ് ഗോശ്രീ പാളത്തിനടുത്ത് ഇങ്ങനെ ഒരു ഗതാഗത കുരുക്കുണ്ടാകാനുള്ള കാരണം? ഇതിപ്പോൾ വീക്കെൻഡാണ്, ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ ടൗണിലേക്ക് വരുന്നതാണോ അല്ല മറ്റെന്തെങ്കിലുമാണോ കാരണം? പ്രജൻ, മണിക്കൂറുകളായി ആരംഭിച്ച ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. എറണാകുളം ഗോശ്രീ പാലത്തിന് സമീപം നേരത്തെയും ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസവും ഗതാഗതക്കുരുക്ക് മൂലം ഒരുപാട് ആളുകൾ പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. രാവിലെയും വന്നില്ല, വൈകിട്ടെന്നില്ല, ഏത് സമയത്തും ഇത്തരത്തിലേക്ക് ഈ സാഹചര്യമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു സമാന്തര പാലം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പ്രദേശവാസികൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഒറ്റ പാലം മാത്രമാണുള്ളത്. ആ പാലത്തിലൂടെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു വശത്ത്, വൈപ്പിൻ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു വശത്ത്, കണ്ടെയ്നർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു വശത്ത്, എല്ലാം കൂടി കൂട്ടിമുട്ടുമ്പോൾ അത് വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റൊരു പാലം കൂടി നിർമ്മാണം അത് വൈകുന്നതും എന്തായാലും പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇത് ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അവരെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ആശുപത്രികളിൽ പോകാൻ കഴിയുന്നില്ല, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലും ഈ ഗതാഗത കുരുക്ക് അത് അങ്ങേയറ്റം പ്രതിസന്ധിയാക്കുന്നുവെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.